ചരിത്രത്തിലെ പൊളിച്ചെഴുത്തുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ നവോത്ഥാനത്തിലെ സുവർണ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങൾ, ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് നാരായണ ഗുരുവിനെ സംബന്ധിച്ചാണ്. ലോകത്തെ മിക്കവാറുമുള്ള പ്രധാനപ്പെട്ട ഭാഷകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2000-ലേറെ ഗ്രന്ഥങ്ങൾ അവൈലബിളാണ്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലാത്ത ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെ സംബന്ധിച്ച്. എന്നാൽ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളെയും ഇതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട്. ഒരു ഉദാഹരണമാണ് നാരായണ ഗുരു ദത്തെടുത്ത് വളർത്തിയ 5 ദളിത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച സംഭവങ്ങൾ എങ്ങും രേഖപ്പെടുത്തി കാണുന്നില്ല. അതുപോലെ തന്നെ നാരായണ ഗുരു എഴുതിയ തിരുക്കുറളിൻ്റെ പൂർണ്ണരൂപം ഇനിയും കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നാരായണ ഗുരു ആദ്യമായി തപസ്സിനെത്തിയ അരുവിക്കരയിലെ നാണുമലയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നുവരെയും നടന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നാരായണ ഗുരുവിനെ ചികിത്സിച്ച 23 ഡോക്ടർമാരുടെ പട്ടിക നമുക്ക് ലഭ്യമാണ് എങ്കിലും അദ്ദേഹത്തിനെ ചികിത്സിച്ച ദന്ത ഡോക്ടറായ ജീവപാലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്നൊരിടത്തും ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർഭാഗത്ത് ദന്താശുപത്രി നടത്തിയിരുന്ന ഡോക്ടർ ജീവപാലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും അദ്ദേഹവും നാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാരായണ ഗുരുവും ഡോക്ടർ ജീവപാലും തമ്മിലുള്ള ബന്ധം. ഇതിവിടെ ആ ബന്ധം നമ്മൾ വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ശ്രീബുദ്ധനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന ഏക ഭൗതിക അവശേഷിപ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ കാണ്ടി പട്ടണത്തിലെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീബുദ്ധൻ്റെ ദന്തമാണ്, ഒരു പല്ല. ഇത് ആണ്ടോടാണ്ട് പുറത്തെഴുന്നള്ളിക്കുകയും ആ മഹോത്സവമായി അത് കൊണ്ടാടുകയും ചെയ്യാറുണ്ട്. നാരായണ ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിക്കുമ്പോഴും കാണ്ടി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ബുദ്ധമത തത്വങ്ങളോട് ഭാഗികമായി അദ്ദേഹം യോജിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും അഭിനവ ബുദ്ധൻ എന്ന് പല ഗവേഷകരും അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അഭിനവ ബുദ്ധൻ എന്ന് പലയിടത്തും ഉപയോഗിച്ചു കാണുന്നു. ചരിത്രത്തിലെ ഒരു വിസ്മയം എന്ന വണ്ണം അഭിനവ ബുദ്ധൻ എന്ന് വിളിക്കാൻ സർവഥാ യോഗ്യനായ, അല്ലെങ്കിൽ ശരിക്കും അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് അത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഡോക്ടർ ജീവപാലും നാരായണ ഗുരുവും തമ്മിലുള്ളത്. നമുക്കറിയാം, നാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അതോടുകൂടിയാണ് നാണുവാശാൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന നാരായണ ഗുരു ഏകദേശം ലോകം മുഴുവൻ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം പലപ്പോഴും തെക്കോട്ട്, തിരുവനന്തപുരം കഴിഞ്ഞ് തെക്കോട്ട് പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നാരായണ ഗുരുവിൻ്റെ പല്ലിന് ഒരു അസുഖം വരുന്നത്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു ദന്ത ഡോക്ടറെ, ഡോക്ടർ ജീവപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ സമീപിക്കുന്നത്. ഡോക്ടർ ജീവപാലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർഭാഗത്ത്, ഇന്ന് ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞു, നേരെ എതിർഭാഗത്താണ് ഡോക്ടർ ജീവപാൽ. ആ ജീവപാലിൻ്റെ വീടും ആ വീടിനോട് ചേർന്ന് ഒരു 4 മുറി ലോഡ്ജും നിലനിന്നിരുന്നു. ഈ അടുത്ത കാലത്താണ് അവയൊക്കെ പൊളിച്ച് കളഞ്ഞത്, കാലപ്പഴക്കം കൊണ്ട്. അവിടെ ഈ ഡോക്ടർ ജീവപാലിനെ നാരായണ ഗുരു ചെന്ന് കാണുകയും പല്ലിന് വേണ്ട ചികിത്സ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പല്ലിന് ഈ വേദന കുറഞ്ഞ് പല്ല് പഴയ രൂപത്തിലായില്ലെങ്കിൽ എന്നെ വീണ്ടും വന്ന് കാണണം എന്ന് പറഞ്ഞ് ഗുരുവിനെ യാത്രയാക്കി. ഇവിടെ നമ്മൾ ഈ ജീവപാൽ ആരാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ജീവപാൽ എന്ന് പറയുന്നയാൾ തിരുവനന്തപുരത്തുകാരനല്ല. അദ്ദേഹം മാവേലിക്കര ജനിച്ച ഒരാളാണ്. മാവേലിക്കര ജനിച്ച ജീവപാൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ചെമ്പകരാമൻ പിള്ള എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആഹ്വാനങ്ങളിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു.
അതിൻ്റെ പേരിൽ അദ്ദേഹം നിരവധി കേസുകൾ അദ്ദേഹത്തിന് തദ്ദേശീയമായി ഉണ്ടാവുകയും അതേ തുടർന്ന് അദ്ദേഹം ശ്രീലങ്കയിലേക്ക് നാടുവിടുകയും ചെയ്തു. ശ്രീലങ്കയിൽ ചെന്ന് അവിടെ വെച്ച് അദ്ദേഹം ഒരു ജർമ്മൻ ദന്ത ഡോക്ടറുടെ കീഴിൽ അദ്ദേഹം അസിസ്റ്റൻ്റായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായിയായി കൂടി. അങ്ങനെ ജർമ്മനിയിലെ ദന്ത ഡോക്ടർ നടത്തിയ ദന്ത ആശുപത്രിയിൽ ഒരു സഹായിയായി കൂടുകയും കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കുടിയേറുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം നിഷിമാര എന്നു പേരായ ഒരു ജപ്പാൻ സ്ത്രീയെ, അവരും ദന്ത ഡോക്ടറായിരുന്നു, അവരെ കൊണ്ടുവന്ന് ഒരു ആശുപത്രി തുടങ്ങിക്കുകയും അവിടെ അദ്ദേഹം സഹായിയായി കൂടുകയും ചെയ്തു. ഈ നിഷിമാര 2 വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്തേക്ക് താമസം മാറി. തുടർന്ന് ഡിഗ്രി ഒന്നുമില്ലാത്ത 2 ഡോക്ടർമാരുടെ കീഴിൽ സഹായിയായി നിന്നുള്ള പരിചയം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ദന്താശുപത്രി സ്വന്തം പേരിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലപിള്ള എന്നായിരുന്നു. ഈ ഗോപാലപിള്ള എന്ന പേര് മാറ്റി ഡോക്ടർ G.O. പാൽ എന്ന് ബോർഡ് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഗോപാലപിള്ള G.O. പാലാവുകയും ഈ G.O. പാൽ ദന്താശുപത്രി നടത്തുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് നാരായണ ഗുരു പല്ലുവേദനയുമായി അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ പല്ല് പരിശോധിച്ചു, മരുന്ന് കൊടുത്തു. കുറവില്ലെങ്കിൽ തിരിച്ചെന്നെ വന്ന് കാണണമെന്ന നിർദ്ദേശവും കൊടുത്ത് ഗുരുവിനെ വിട്ടു. ഗുരു തെക്കോട്ട് യാത്രയായി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും വേദനയ്ക്ക് ശമനമില്ലാതെ ഗുരു വീണ്ടും ഡോക്ടർ G.O. പാലിനെ സമീപിച്ചു. അപ്പോൾ G.O. പാൽ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ പല്ല് ഇളക്കണം. 1-2 പല്ലുകൾ അവിടെ ഇളക്കേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും വഷളാവും. അപ്പോൾ ഇതിനു വേണ്ടി ഗുരുദേവൻ ഇവിടെ 2 ദിവസം താമസിക്കണം, 2-3 ദിവസം താമസിക്കണം. അങ്ങനെ നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ, അവിടെ ഉള്ള 4 മുറി ഉള്ള ഒരു ലോഡ്ജിൽ, ആ മുറിയിൽ അദ്ദേഹം 2-3 ദിവസം താമസിക്കുകയും ഈ പല്ലുകൾ ഇളക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇളക്കിയെടുത്ത പല്ലുകൾ ദിവ്യനായ, അല്ലെങ്കിൽ അന്ന് ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയിരുന്ന സന്യാസിയായ നാരായണ ഗുരുവിൻ്റെ പല്ലുകൾ അദ്ദേഹം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഡോക്ടർ G.O. പാൽ 1996 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ 96 വരെയും ഈ പല്ല് ഭദ്രമായി തൻ്റെ താമസ സ്ഥലത്ത്, തൻ്റെ കട്ടിലിനടിയിൽ അദ്ദേഹം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. മരണത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനായ ജയേന്ദ്രപാലിനെ വിളിക്കുന്നു. ജയേന്ദ്രപാലിനെ വിളിച്ച് ഈ പല്ലുകൾ, ഗുരുവിൻ്റെ പല്ലുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഭദ്രമായി, ഇത് സംരക്ഷിക്കാൻ യോഗ്യതയുള്ള, സംരക്ഷിക്കാൻ കഴിവുള്ള ആളുകളെ ഇത് ഏൽപ്പിക്കുകയും ഇത് ഭക്തന്മാർക്ക്, അല്ലെങ്കിൽ ഗുരുവിനെ സ്നേഹിക്കുന്നവർക്ക് കാണാനുള്ള ഒരു വസ്തുവായി സംരക്ഷിക്കുകയും വേണം. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സ്വന്തം മകനായ ജയേന്ദ്രപാലിന് ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ജയേന്ദ്രപാൽ ഈ പല്ല് മായി നേരെ അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കൻ പൗരത്വമുള്ള ആളാണ് ജയേന്ദ്രപാൽ. അവിടെ വച്ച് 1997 ശേഷം ബോംബെയിലുള്ള നാരായണ ഗുരു മന്ദിര സമിതി ചെയർമാൻ, നാരായണ ഗുരുവിൻ്റെ പേരിൽ ബോംബെയിലുള്ള ഒരു മന്ദിരമുണ്ട്. അവിടെ ഒരു സംഘടനയുടെ പേരാണ് നാരായണ ഗുരു മന്ദിര സമിതി. അതിൻ്റെ സ്ഥാപകൻ ഒരു KK ദാമോദരൻ എന്ന മലയാളിയാണ്. ഈ KK ദാമോദരൻ്റെ കയ്യിൽ ഈ പല്ല് അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ KK ദാമോദരൻ്റെ കയ്യിൽ എത്തിച്ചേർന്ന നാരായണ ഗുരുവിൻ്റെ പല്ല്, ഇത് വളരെ പെട്ടെന്ന് തന്നെ വാർത്ത കാട്ടുതീ പോലെ പരക്കുകയും ഇത് കാണുന്നതിന് വേണ്ടി ആളുകൾ ബഹളമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ഫെബ്രുവരി മാസവും ആദ്യത്തെ ആഴ്ചയിൽ ഈ പല്ല് പ്രദർശനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക്, അതല്ലെങ്കിൽ നാരായണ ഗുരു ശിഷ്യന്മാർക്ക് കാണുന്നതിന് വേണ്ടി തുറന്നു വയ്ക്കുകയും പുറത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പല്ല് കാണുന്നതിന് വേണ്ടിയുള്ള തിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ദിവസങ്ങൾ ഇത് പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ച് മന്ദിര സമിതി ആലോചിക്കുകയും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബുദ്ധൻ്റെ, അഭിനവ ബുദ്ധൻ എന്ന വിളിപ്പേര് വന്ന നാരായണ ഗുരു, ഇതിന് ബുദ്ധനുമായി
ഉള്ള ഒരു സാമ്യം, ഒരു ചരിത്ര വിസ്മയമായി രണ്ടുപേരുടെയും ഭൗതിക അവശേഷിപ്പുകളായ പല്ലുകൾ രണ്ടിടത്തായി ഒരു ദ്വീപിലും ഒരു ഉപദ്വീപിലുമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും വളരെ വിചിത്രമാണ്. മറ്റൊന്നുള്ളത് മഞ്ഞ എന്ന് പറയുന്ന വസ്ത്രത്തിൻ്റെ നിറമാണ്, മഞ്ഞ നിറമാണ്. അതായത് ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞ നിറം ഗുരു നിർദ്ദേശിക്കുമ്പോൾ ചിലർ അത് കാവിയായാൽ കൊള്ളാം എന്നൊരഭിപ്രായം മുമ്പോട്ട് വെച്ചു. അന്ന് നാരായണ ഗുരു പറഞ്ഞ ഒരു അഭിപ്രായം ഇതാണ്: നമ്മുടെ ശ്രീകൃഷ്ണനും പീതാംബരധാരിയാണല്ലോ, പോരെങ്കിൽ ബുദ്ധദേവനും ധരിച്ചത് മഞ്ഞയാണല്ലോ, എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്നാണ്. പീതാംബരധാരിയായ കൃഷ്ണന് മഞ്ഞയാണെങ്കിൽ ബുദ്ധദേവൻ തിരഞ്ഞെടുത്ത വസ്ത്രം മഞ്ഞ നിറമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മഞ്ഞയായിക്കൂടാ എന്നൊരു ഒരു അഭിപ്രായവും ഗുരു മുമ്പോട്ട് വച്ചതിൻ്റെ ഫലമായിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞ നിറം വരുന്നത്. ആ മഞ്ഞ നിറവും ശ്രീബുദ്ധൻ ധരിച്ച മഞ്ഞ നിറവും ശ്രീബുദ്ധൻ്റെ പല്ലും നാരായണ ഗുരുവിൻ്റെ പല്ലും അഭിനവ ബുദ്ധൻ എന്നുള്ള ഗുരുവിനെ വിളിപ്പേരുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വിസ്മയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നന്ദി, നമസ്കാരം.